സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണുസുതി. പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഉദ്ഘാടനമൊക്കെയുമായി നല്ല തിരക്കിലാണ് രേണുവിന്. മാനേജറായ കരീഷ്മയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. വർഷങ്ങളായി അറിയുന്നവരാണ് ഞങ്ങൾ. പുള്ളിക്കാരി ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം നന്നായി പോന്നു എന്ന് രേണു പറഞ്ഞിരുന്നു. അടുത്തിടെയായിരുന്നു രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. വളരെ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നെങ്കിലും ഇപ്പോഴാണ് ശരിയായി വന്നത്. ഞാൻ ഇത് ചെയ്തപ്പോൾ എന്തോ അപരാധം ചെയ്ത പോലാണ് ചിലരൊക്കെ കാണുന്നത്. തുടക്കത്തിൽ നിന്ന് മാറി നാലിരട്ടി മുറക്കിയാലേ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നുള്ളൂ ഇപ്പോൾ. എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന കുറേ പേരുണ്ട്. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൽ പിന്നെ അത് അവർക്ക് ആദിയാണ്. എന്താണ് എന്നാണ് ചോദ്യങ്ങൾ. എന്തോ ചാരപ്രവൃത്തി നടക്കുന്നതുണ്ടെന്ന് തോന്നുന്നു. ഞാനിടുന്ന പോസ്റ്റുകൾക്കെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. നെഗറ്റീവ് പറയുന്നവരോട് എങ്ങനെയൊക്കെ താങ്ക്സ് പറയേണ്ടതെന്ന് എന്നറിയില്ല. ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. നിൻ്റെയൊക്കെ വീട്ടിൽ ഇന്ന് ഇരിക്കുന്നുണ്ടോ? നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ നിനക്ക്? നിങ്ങൾക്ക് എന്നെ എന്ത് വിചാരിച്ചാലും അടങ്ങിയിരിക്കില്ല. എൻ്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം അവർക്ക്. അതാണ് അവരുടെ ഉപജീവനമാർഗ്ഗം. എന്തായാലും അവരുടെ പ്രൊമോഷൻ കൊണ്ട് എനിക്ക് ഗുണമാണ് വരുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ സബ്സ്ക്രിപ്ഷനെക്കുറിച്ച് ഓർത്തതാണ്. പക്ഷേ എനിക്കിന്ന് സമയം കിട്ടില്ല. മുട്ടിന് മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും പിന്നെ ദുബായ്, ബഹ്റൈൻ അങ്ങനെ ഓട്ടമായിരുന്നു. അങ്ങനെ തുടങ്ങാൻ സമയം കിട്ടില്ല. ആദ്യം 45 രൂപയായിരുന്നു. ഇപ്പോൾ അത് മാറ്റി 180 ആക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും നോക്കാറില്ല. പോസ്റ്റ് ഇടുമ്പോഴാണ് നോക്കുന്നത്. ഇപ്പോൾ 400 എന്തോ ആയെന്ന് തോന്നുന്നു. മിക്ക സെലിബ്രിറ്റികൾക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അവരുടെ പോസ്റ്റുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ കാണാറുള്ളൂ. രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴേക്കും നെഗറ്റീവ് പറയുന്നവരെല്ലാം എടുത്തോണ്ട് കുടയുകയാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ലെന്ന് തോന്നുന്നു. രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴേക്കും നെഗറ്റീവ് പറയുന്ന വ്ളോഗേഴ്സിനെല്ലാം എടുത്ത് കുടയുകയാണ്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഫേമസ് ആകേണ്ട കാര്യമില്ലല്ലോ അവർ. ഒരു കാര്യം ചെയ്യട്ടെ, ഇവരൊക്കെ എന്നെ മാസത്തിൽ പൈസ തന്ന് കൊണ്ട് തരട്ടെ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഏതിലും അടിസ്ഥാനം പണമാണല്ലോ.